മിശിഹായിൽ സ്നേഹം നിറഞ്ഞ വൈദികരെ, സമർപ്പിതരെ, സഹോദരി സഹോദരന്മാരെ, ഇന്ന് ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ ദിവസമാണ്. വർഷങ്ങളായി ഡീക്കൻ മിജോ തൻ്റെ മനസ്സിൽ താലോലിച്ചു കൊണ്ടുവന്ന വലിയ സ്വപ്നം ഇന്ന് പൂവണിയുന്നു. ഡീക്കൻ മിജോയുടെ മാതാപിതാക്കളുടെ സ്വപ്ന സാഫല്യത്തിൻ്റെ ദിവസമാണ് ഇന്ന്. തങ്ങളുടെ പ്രിയപ്പെട്ട മകനെ കർത്താവിന് സമർപ്പിച്ച് പ്രാർത്ഥനയും പരിത്യാഗവുമായി ദീർഘനാൾ കാത്തിരുന്ന അവരുടെ സ്വപ്നം ഇന്ന് സഫലമാകുന്നു. ദിവ്യകാരുണ്യ മിഷണറി സമൂഹത്തിൻ്റെ സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ ദിവസമാണ് ഇന്ന്. ലോകമെങ്ങും സുവിശേഷം അറിയിക്കുവാനും ദിവ്യകാരുണ്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും പരിശ്രമിക്കുന്ന അവരുടെ പ്രയത്നങ്ങൾക്ക് മറ്റൊരാൾ കൂടി ശക്തിയേകാൻ പോകുന്നു. എന്നാൽ എല്ലാറ്റിലും ഉപരിയായി ഇന്ന് ഈശോയുടെ സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ ദിവസമാണ്. കാരണം ഈ മിജോ വൈദിക വൃത്തിയെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് ഡീക്കൻ മിജോയുടെ മാതാപിതാക്കൾ ഈ ഡീക്കനെ കുറിച്ച് സ്വപ്നം കാണാൻ തുടങ്ങുന്നതിന് മുമ്പ് ദിവ്യകാരുണ്യ സന്യാസ സമൂഹം ഈ ഡീക്കനെ കാണാൻ തുടങ്ങുന്നതിന് മുമ്പ് കർത്താവ് ഈശോ ഡീക്കൻ മിജോയെ കണ്ടിരുന്നു. ഈ ഡീക്കനെ കുറിച്ച് ഒരു സ്വപ്നമുണ്ടായിരുന്നു. ആ സ്വപ്നമാണ് ഇന്ന് പൂർത്തിയാകുന്നത്. 2024 ഡിസംബർ 31 അല്ല കർത്താവ് ഈ ഡീക്കൻ മിജോയെ സ്വന്തമാക്കുന്നത്. മറിച്ച് അമ്മയുടെ ഉദരത്തിൽ രൂപം നൽകുന്നതിന് മുമ്പേ ഡീക്കൻ മിജോയെ കാണുകയും തിരഞ്ഞെടുക്കുകയും ജനതകൾക്ക് പ്രവാചകനായി നിയമിക്കുകയും ചെയ്തവനാണ് കർത്താവ്. ജെറമ്യായുടെ പുസ്തകം 1-5 പറയുന്നു, നിന്റെ മാതാവിന് ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പ് ഞാൻ നിന്നെ അറിഞ്ഞു, ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയമിച്ചു. ഡീക്കൻ മിജോയെ ആദ്യം കണ്ടത് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളായിരുന്നില്ല. ഈ ഇരിക്കുന്ന മാതാപിതാക്കൾ ഈ ഡീക്കനെ കാണുന്നതിന് മുമ്പ് തന്നെ, ഈ അമ്മയുടെ ഉദരത്തിൽ ഈ മകൻ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ സർവശക്തനായ ദൈവം ഈ മകനെ കണ്ടിരുന്നു. ഇവനെക്കുറിച്ചൊരു സ്വപ്നം കണ്ടിരുന്നു. ആ സ്വപ്നമാണ് ഇന്ന് നിറവേറുന്നത്. ഏശയ്യായുടെ പുസ്തകം 43-1 കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, യാക്കോബേ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലിൽ നിനക്ക് രൂപം നൽകുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, ഞാൻ നിന്നെ പേരു ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. എത്ര ശക്തമായിട്ടാണ് കർത്താവ് അവകാശം ഉറപ്പിക്കുന്നത്. കർത്താവ് പറയുകയാണ്, നീ എൻ്റേതാണ്. ഇന്ന് പൗരോഹിത്യ ശുശ്രൂഷ ഏറ്റെടുക്കാൻ പോകുന്ന ഈ ഡീക്കനോടും കർത്താവ് പറയുകയാണ്, നീ എൻ്റേതാണ്. നീ നിന്റെ മാതാപിതാക്കളുടേതോ വീട്ടുകാരുടേതോ ഈ ലോകത്തിൻ്റെതോ അല്ല, എൻ്റേതാണ്. കാരണം ഞാൻ നിന്നെ സ്വന്തമാക്കിയിരിക്കുന്നു, ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നു, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-12 തൻ്റെ വിളിയെക്കുറിച്ച് പൗലോസ് ലീഹ പറയുന്നു, യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയത് കൊണ്ട് അവനെ സ്വന്തമാക്കാൻ വേണ്ടി എനിക്ക് സ്വന്തമായിട്ടുള്ളതെല്ലാം ഞാൻ നഷ്ടപ്പെടുത്തുന്നു. അവനെ സ്വന്തമാക്കാൻ എല്ലാം ഞാൻ വലിച്ചെറിയുന്നു. യേശു ക്രിസ്തു ഈ മകനെ സ്വന്തമാക്കിയിരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 15-16 ഈശോ പറയുന്നു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ നോക്കിയാൽ ഈ വചനങ്ങളെല്ലാം നമുക്ക് വ്യക്തമായി പറഞ്ഞു തരുന്നു, ദൈവമാണ് ഈ ഡീക്കനെ വിളിച്ചത്, ദൈവമാണ് ഈ ഡീക്കനെ കുറിച്ച് ആദ്യം സ്വപ്നം കണ്ടത്, ദൈവമാണ് ഈ ഡീക്കനെ വിശുദ്ധീകരിച്ച് സ്വന്തമാക്കിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ദൈവം ഇത്രയും കാര്യമായി വൈദികാർത്ഥികളെ വിളിക്കുന്നതും സ്വന്തമാക്കുന്നതും? എന്താണ് ഇതിന് കാരണം? പ്രിയ സഹോദരീ സഹോദരന്മാരെ, ദൈവജനത്തോടുള്ള സഭയോടുള്ള ഈശോയുടെ സ്നേഹം കൊണ്ടാണ്
ഈശോ ഇതുപോലെ പുരോഹിതന്മാരെ വിളിക്കുന്നത്. ദൈവജനത്തെ സ്നേഹിക്കുന്ന ദൈവം ആ ജനത്തെ പരിപാലിക്കാൻ വേണ്ടി തൻ്റെ മനസ്സിനിണങ്ങിയ ശുശ്രൂഷകരെ വിളിക്കുന്നതാണ്, സ്വന്തമാക്കുന്നതാണ്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 10-ാം അധ്യായം 9-ാമത്തെ വചനത്തിൽ ഷേബാരാജ്ഞി സോളമൻ രാജാവിനെ കാണാൻ വന്ന അവസരത്തിൽ ഷേബാരാജ്ഞി സോളമൻ രാജാവിനോട് പറഞ്ഞു, കർത്താവ് ഇസ്രായേൽ ജനത്തെ അപാരമായി സ്നേഹിച്ചതുകൊണ്ട് നീതിയും ന്യായവും നടത്താൻ അവിടുന്ന് അങ്ങയെ നിയമിച്ചിരിക്കുന്നു. സോളമൻ രാജാവിനെ എന്തുകൊണ്ടാണ് വിളിച്ചത്? കർത്താവ് ജനത്തെ സ്നേഹിച്ചതുകൊണ്ട്. ഇസ്രായേൽക്കാരെ ദൈവം സ്നേഹിച്ചു എന്നതിന് തെളിവാണ് ഇസ്രായേൽക്കാരെ പരിപാലിക്കാൻ രാജാവിനെ തിരഞ്ഞെടുത്തത്. പ്രവാചകന്മാരെ തിരഞ്ഞെടുത്തതും ന്യായാധിപന്മാരെ തിരഞ്ഞെടുത്തതുമെല്ലാം അതിൻ്റെ അടയാളമായിരുന്നു. ഇന്ന് കർത്താവ് പുരോഹിതന്മാരെ തിരഞ്ഞെടുക്കുന്നതും ദൈവജനത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്, സഭയെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. കാരണം കർത്താവ് തൻ്റെ ശുശ്രൂഷ നടത്തുന്നത് മനുഷ്യരിലൂടെയാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമുക്ക് കാണാൻ സാധിക്കും, ദൈവം ഒരിക്കലും നേരിട്ട് ജനങ്ങൾക്കിടയിൽ ഇടപെട്ടിരുന്നില്ല. ദൈവം താൻ വിളിച്ചവരിലൂടെയാണ് ദൈവജനത്തെ നയിച്ചിരുന്നത്. രക്ഷാകര ചരിത്രത്തിന്റെ ആരംഭത്തിൽ കർത്താവായ ദൈവം അബ്രഹാമിനെ വിളിക്കുന്നു. അബ്രഹാമിലൂടെയാണ് ജനം അനുഗ്രഹിക്കപ്പെടുക. അബ്രഹാമിലൂടെയാണ് രക്ഷാകര ദൗത്യം കർത്താവ് പൂർത്തിയാക്കുന്നത്. പിന്നീട് ഇസ്രായേൽ ജനത്തെ രക്ഷിക്കാൻ ദൈവം മോശയെ വിളിക്കുന്നു. ദൈവജനത്തോട് നേരിട്ടല്ല ദൈവം സംസാരിക്കുന്നത്, മോശയിലൂടെയാണ് സംസാരിക്കുന്നത്. മോശയാണ് ദൈവജനത്തെ ദൈവത്തിൻ്റെ സന്ദേശം അറിയിക്കുന്നത്. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞ് മോശയാണ് ദൈവത്തിൻ്റെ സന്ദേശം ജനത്തെ അറിയിക്കുന്നത്. ദൈവജനം പാപം ചെയ്തപ്പോൾ അവർക്ക് ശിക്ഷ വരുന്നു എന്ന് തോന്നിയപ്പോൾ ദൈവജനം ഒന്നാകെ ഭയപ്പെട്ട് മോശയുടെ അടുക്കിലേക്കാണ് പോകുന്നത്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, ഈ ശിക്ഷ അകന്നു പോകട്ടെ, ഞങ്ങൾക്ക് കാരുണ്യം കർത്താവിൽ നിന്ന് ലഭിക്കാൻ നീ മധ്യസ്ഥം അപേക്ഷിക്കണമേ എന്ന് പറയുന്നു. അങ്ങനെ മോശ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പ്രവാചകന്മാരിലൂടെ ദൈവം സംസാരിക്കുന്നു, ദൈവം ഇടപെടുന്നു. ഈശോ പുതിയ നിയമത്തിൽ നേരിട്ട് ജനങ്ങളോട് ഇടപെടുന്നതിന് പകരം ശിഷ്യന്മാരെ കൂടെ നിർത്തിയാണ് ജനങ്ങൾക്കിടയിൽ ഇടപെട്ടത്. ഈ ശിഷ്യന്മാരെയാണ് തൻ്റെ ശുശ്രൂഷ ഭരമേൽപ്പിച്ചത്. അതുകൊണ്ട് ദൈവം ശുശ്രൂഷകരെ തിരഞ്ഞെടുക്കുന്നത്, ദൈവം പുരോഹിതരെ വിളിക്കുന്നത് ദൈവജനത്തോടുള്ള സ്നേഹം കൊണ്ടാണ്. പലരും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, എന്തിനാണ് പുരോഹിതർ, എന്തിനാണ് വൈദികർ? നേരിട്ട് ദൈവത്തോട് സംസാരിച്ചാൽ പോരെ? പാപങ്ങൾ ദൈവത്തോട് നേരിട്ട് ഏറ്റുപറഞ്ഞാൽ പോരെ? നമുക്ക് അനുഗ്രഹം ദൈവത്തിൽ നിന്ന് നേരിട്ട് ലഭിക്കില്ലേ? വിശുദ്ധ ഗ്രന്ഥത്തിന്റെ സങ്കല്പത്തിൽ അങ്ങനെ ഒരു ആശയമില്ല. ദൈവം ദൈവജനത്തിന്റെ ഇടയിൽ ഇടപെടുന്നത് വിളിക്കപ്പെട്ടവരിലൂടെയാണ്. അല്ല എങ്കിൽ അബ്രഹാമും മോശയും ജോഷയും അഹ്റോനും പ്രവാചകന്മാരും എന്തിനാണ് വിളിക്കപ്പെട്ടത്? കർത്താവ് ഇടപെടുന്നത് വിളിക്കപ്പെട്ടവരിലൂടെയാണ്, തെരഞ്ഞെടുക്കപ്പെട്ടവരിലൂടെയാണ്. പുതിയ നിയമത്തിൽ ഈശോയും ശിഷ്യന്മാരിലൂടെയാണ് ഇടപെടുന്നത്. ഇന്ന് സഭയിൽ കർത്താവ് ഇടപെടുന്നത് തൻ്റെ പ്രതിപുരുഷന്മാരിലൂടെയാണ്. അതുകൊണ്ട് പൗരോഹിത്യ ശുശ്രൂഷ നമുക്ക് ആവശ്യമാണ്, പൗരോഹിത്യ ശുശ്രൂഷ പ്രസക്തമാണ്, പൗരോഹിത്യ ശുശ്രൂഷ വിലപ്പെട്ടതാണ്. അത് പുരോഹിതരോടുള്ള സ്നേഹത്തിൻ്റെ ലക്ഷണമല്ല, മറിച്ച് ദൈവജനത്തോടുള്ള സ്നേഹത്തിൻ്റെ ലക്ഷണമാണ്, സഭയോടുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ലക്ഷണമാണ്. ഈ പൗരോഹിത്യ ശുശ്രൂഷ സഭയുടെ മുഴുവൻ നന്മയാണ്. പൗരോഹിത്യ ശുശ്രൂഷ അൽമായർക്ക് വേണ്ടി മാത്രമുള്ള ശുശ്രൂഷയല്ല. മാർപ്പാപ്പയ്ക്കും കർദിനാൾമാർക്കും മെത്രാന്മാർക്കും സമർപ്പിതർക്കും പുരോഹിതർക്കും ദൈവജനത്തിനും എല്ലാവർക്കും വേണ്ടിയുള്ള ശുശ്രൂഷയാണ് പൗരോഹിത്യ ശുശ്രൂഷ. ദൈവ സഭയെ സ്നേഹിക്കുന്നത് കൊണ്ട് ദൈവം നൽകിയിട്ടുള്ള അനുഗ്രഹത്തിൻ്റെ ശുശ്രൂഷയാണിത്. ഉദാഹരണം പറഞ്ഞാൽ, ഇന്ന് എൻ്റെ കൈവെപ്പ് ശുശ്രൂഷയിലൂടെ ഡീക്കൻ മിജോയെ പുരോഹിതനായി അഭിഷേകം ചെയ്യാൻ എനിക്ക് കർത്താവ് കൃപ നൽകിയിട്ടുണ്ട്. എന്നാൽ എൻ്റെ പാപങ്ങൾ മോചിക്കാൻ കർത്താവ് എനിക്ക് അധികാരം നൽകിയിട്ടില്ല. എൻ്റെ പാപങ്ങൾ മോചിക്കപ്പെടണമെങ്കിൽ ഒരു പുരോഹിതന് മുമ്പിൽ ഞാൻ എൻ്റെ പാപങ്ങൾ ഏറ്റുപറയണം. എന്ന് പറഞ്ഞാൽ മെത്രാനും പുരോഹിതൻ്റെ ശുശ്രൂഷ ആവശ്യമാണ്. നമ്മുടെ സഭയുടെ പിതാവായ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് തൻ്റെ പാപങ്ങൾ മോചിക്കുവാൻ അധികാരമില്ല.
ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പാപങ്ങൾ മോചിക്കപ്പെടണമെങ്കിൽ ഒരു പുരോഹിതന് മുൻപിൽ പാപങ്ങൾ ഏറ്റുപറയണം എന്ന് പറഞ്ഞാൽ മാർപ്പാപ്പയ്ക്കും പുരോഹിത ശുശ്രൂഷ ആവശ്യമാണ്. അപ്പോൾ ഈ സഭയ്ക്ക് മുഴുവൻ ആവശ്യമുള്ളൊരു ശുശ്രൂഷയാണിത്. സഭയെ സ്നേഹിക്കുന്നത് കൊണ്ട് കർത്താവ് സ്ഥാപിച്ച കൂദാശയാണിത്. അൽമായർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. പുരോഹിതഗണം മറ്റൊരു വിഭാഗമാണ് എന്ന് നാം കരുതേണ്ടതില്ല. സഭയെ മുഴുവൻ കർത്താവ് സ്നേഹിക്കുന്നത് കൊണ്ട്, സഭയെ വിശുദ്ധീകരിക്കാൻ, സഭയെ സത്യം കൊണ്ട് ശോഭയുള്ളതാക്കാൻ, സഭയ്ക്ക് മാർഗനിർദ്ദേശം നൽകാൻ കർത്താവ് സ്ഥാപിച്ചതാണ് പുരോഹിതന്റെ ഈ ശുശ്രൂഷ. പ്രിയ സഹോദരീ സഹോദരന്മാരെ, ഇന്ന് നാം വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്ത് ഈ ശുശ്രൂഷയെക്കുറിച്ച് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈശോ സംസാരിക്കുന്നു. ഇന്ന് നാം വായിച്ചു കേട്ട ഭാഗം യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 5 വരെ വചനങ്ങളും 11 മുതൽ 18 വരെ വചനങ്ങളുമാണ്. രണ്ട് ഭാഗങ്ങളാണിവ. ആദ്യത്തെ ഭാഗത്ത് ഈശോ പറയുന്നത് ഇതാണ്: എൻ്റെ ആടുകൾ എൻ്റെ സ്വരം അറിയുന്നു, ഞാൻ എൻ്റെ ആടുകളെ തിരിച്ചറിയുന്നു. ഈശോ പറയുന്നത് ഇങ്ങനെയാണ്: അവൻ്റെ സ്വരം അറിയുന്നത് കൊണ്ട് ആടുകൾ അവനെ അനുഗമിക്കുന്നു, അവ ഒരിക്കലും അപരിചിതനെ അനുഗമിക്കുകയില്ല. അന്യരുടെ സ്വരം അറിയാത്തത് കൊണ്ട് അവ അവരിൽ നിന്ന് ഓടിയകലും. ഈശോ എന്താണ് പറയുന്നത്? ഇടയൻ ആടുകളെ അറിയുന്നു. ആടുകൾക്ക് ഇടയൻ്റെ സ്വരം അറിയാം. ഇടയൻ്റെ സ്വരം പരിചിതമാണെങ്കിൽ മാത്രമേ ആടുകൾ ഇടയനെ അനുഗമിക്കുകയുള്ളൂ. പരിചയമില്ലാത്തൊരു സ്വരത്തെ ആടുകൾ അനുഗമിക്കുകയില്ല. ഇത് മനസ്സിലാക്കണമെങ്കിൽ അന്നത്തെ ആട്ടിടയന്മാർ എങ്ങനെയാണ് ആടുകളെ പരിപാലിച്ചിരുന്നതെന്ന് നാം മനസ്സിലാക്കണം. ആട്ടിടയന്മാർ രാത്രികാലങ്ങളിൽ ഒറ്റയ്ക്ക് ആടുകളുമായി താമസിക്കാറില്ല. കാരണം വിജനപ്രദേശത്ത് വന്യജീവികളുണ്ടാകും, കള്ളന്മാർ മോഷ്ടിക്കാൻ വരും. അപ്പോൾ ഒറ്റയ്ക്ക് തൻ്റെ ആടുകളുമായി രാത്രിയിൽ പാർക്കുന്നത് അപകടകരമാണ്. അതുകൊണ്ട് 5-10 ആട്ടിടയന്മാർ ഒരുമിച്ചാണ് താമസിക്കുക. ഓരോരുത്തരും തങ്ങളുടെ ആടുകളെ ഈ ആട്ടിൻ തൊഴുത്തിലേക്ക് കയറ്റിവിടും. അങ്ങനെ 5-10 ആട്ടിടയന്മാർ ആട്ടിൻകൂട്ടിലേക്ക് ആടുകളെ മുഴുവൻ കയറ്റിവിട്ടാൽ 2000-3000 ആടുകളുണ്ടാകും. പക്ഷെ ഓരോരുത്തർക്കും 200-300 ആടുകളെ ഉള്ളൂ. നേരം വെളുത്തു കഴിഞ്ഞാൽ ഓരോ ആട്ടിടയനും എങ്ങനെയാണ് തൻ്റെ ആടുകളെ തിരിച്ചറിയുന്നത്? ഈ ആട്ടിൻ തൊഴുത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഈ ആട്ടിടയൻ അവൻ്റെ സ്വരം പുറപ്പെടുവിക്കും. അവൻ്റെ സ്വരം കേൾക്കുമ്പോൾ അവൻ്റെ ആടുകൾ മാത്രം പുറത്തേക്ക് വരും. അവൻ്റെ ആടുകൾക്ക് അവൻ്റെ സ്വരം അറിയാം, മറ്റൊരാടും പുറത്തേക്ക് വരില്ല. അങ്ങനെ ആദ്യത്തെ ആട്ടിടയൻ തൻ്റെ ആടുകളുമായി മുന്നോട്ട് പോകുന്നു. രണ്ടാമത്തെ ആട്ടിടയൻ അവൻ്റെ സ്വരം ഉണ്ടാക്കുന്നു, അത് വ്യത്യസ്തമാണ്. ആ സ്വരം കേൾക്കുന്ന ആടുകൾ പുറത്തേക്ക് വരുന്നു, ആടുകളെയും കൊണ്ട് അവൻ മുന്നോട്ട് പോകുന്നു. അങ്ങനെ 1, 2, 3, 5 ആട്ടിടയന്മാർ ഇങ്ങനെ ചെയ്യുന്നു. ഇനി ഇതെല്ലാം കണ്ട് ഒരു വഴിപ്പോക്കൻ ആ ആട്ടിൻകൂട്ടിലേക്ക് പോയി തൻ്റെ സ്വരം കേൾപ്പിച്ചാൽ ഏതെങ്കിലും ആട് പുറത്തേക്ക് വരുമോ? ഒരൊറ്റ ആട് പോലും പുറത്തേക്ക് വരില്ല. കാരണം എന്താണ്? അവൻ്റെ സ്വരം ആടുകൾക്ക് അറിയില്ല. എങ്ങനെയാണ് ആട്ടിടയൻ്റെ സ്വരം ആടുകൾക്ക് പരിചയമുള്ളതാകുന്നത്? പകല മുഴുവൻ പുല്ല് കാണിച്ചു കൊടുക്കുന്നത് ഈ സ്വരമാണ്. അവനൊരു സ്വരമുണ്ടാക്കിയാൽ അവിടെ പുല്ലുണ്ട് എന്നാണ് അടയാളം. അവനാണ് വെള്ളം കാണിച്ചു കൊടുക്കുന്നത്. അവനാണ് വന്യജീവികൾ വരുമ്പോൾ അപകട മുന്നറിയിപ്പ് കൊടുക്കുന്നത്. അവനാണ് ഏതെങ്കിലും ആടിന് പരിക്കേറ്റാൽ ആ ആടിനെ തോളത്തെടുത്ത് താരാട്ട് പാടുന്നത്. അങ്ങനെ ആടുകളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി അവൻ്റെ സ്വരം മാറുകയാണ്. പുല്ല് കാണിച്ചു കൊടുക്കുന്ന സ്വരം, വെള്ളം കാണിച്ചു കൊടുക്കുന്ന സ്വരം, അപകടങ്ങളിൽ മുന്നറിയിപ്പ് കൊടുക്കുന്ന സ്വരം, മുറിവേൽക്കുമ്പോൾ താരാട്ട് പാടുന്ന സ്വരം. ഈ സ്വരം എപ്പോൾ കേട്ടാലും ആടുകൾ അവനെ അനുഗമിക്കും. കർത്താവ് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്? ഇടയന്മാർ ആടുകൾക്ക് പരിചയമുള്ളവരായിരിക്കണം. ഇടയൻ്റെ സ്വരം ആടുകൾക്ക് പരിചയമുള്ള സ്വരമായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച പള്ളിയിൽ മാത്രം കേൾക്കുന്ന സ്വരമായി ഇടയൻ്റെ സ്വരം മാറരുത്. പള്ളിയിൽ പ്രസംഗത്തിലും അറിയിപ്പിലും മാത്രം കേൾക്കുന്ന ഒരു സ്വരമാണ് ഇടയൻ്റെ സ്വരമെങ്കിൽ അത് പരിചിതമായ സ്വരമല്ല. ആ സ്വരത്തെ ആടുകൾ അനുഗമിക്കുകയില്ല. പരിചിതമായ സ്വരം എന്ന് പറയുന്നത് കുടുംബങ്ങളിൽ വൈദികന്റെ സ്വരം കേൾക്കുമ്പോഴാണ്. ആശുപത്രികളിൽ രോഗത്തിന്റെ നാളുകളിൽ, തകർച്ചയുടെ നാളുകളിൽ അവരുടെ ജീവിതത്തിന് ശക്തി നൽകുന്ന സ്വരമായി വൈദികന്റെ സ്വരം മാറുമ്പോഴാണ് അവന്റെ സ്വരം ഇടയന്റെ സ്വരമാകുന്നത്, ആടുകൾക്ക് പരിചയമുള്ള സ്വരമായി മാറുന്നത്. പ്രിയപ്പെട്ട ഡീക്കൻ മിജോ, നിന്റെ സ്വരം
ആശ്രമത്തിലോ പള്ളിയിലോ മാത്രം ജനം കേൾക്കേണ്ട സ്വരമല്ല, മറിച്ച് അവരുടെ കുടുംബങ്ങളിൽ നിന്റെ സ്വരം കേൾക്കണം. അവരുടെ രോഗശയ്യയിൽ നിന്റെ സ്വരം കേൾക്കണം. അവർ ആസ്പത്രിയിലായിരിക്കുമ്പോൾ നിന്റെ സ്വരം കേൾക്കാൻ അവർക്ക് സാധിക്കണം. വേദനിക്കുന്നവരുടെ ഇടയിൽ, അധ്വാനിക്കുന്നവരുടെ ഇടയിൽ, നാൽക്കവലിലും തെരുവീതിയിലും സർക്കാർ ആശുപത്രിയിലും നിന്റെ സ്വരം ജനത്തിന് കേൾക്കാൻ സാധിക്കണം. അപ്പോഴാണ് ആ സ്വരം പരിചയമുള്ള സ്വരമായി മാറുന്നത്. ആ സ്വരത്തെയാണ് ജനം അനുഗമിക്കുക. പള്ളിയിലും ആശ്രമത്തിലും മാത്രം കേൾക്കുന്ന ഒരു സ്വരമായി ഒരു വൈദികന്റെയോ സന്യാസിയുടെ സ്വരം മാറിയാൽ ആ സ്വരം അപരിചിതമായ സ്വരമാണ്. രണ്ടാമത്തെ ഭാഗത്ത് ഈശോ പറയുന്നു, ഞാൻ നല്ല ഇടയനാണ്. ഈ വചനഭാഗത്ത് 2 പ്രാവശ്യമാണ് ഈശോ പറയുന്നത് ഞാൻ നല്ല ഇടയനാണെന്ന്. 11-ാമത്തെ വചനത്തിലും 14-ാമത്തെ വചനത്തിലും. നമുക്കെല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ഒരു രൂപമാണ് നല്ല ഇടയന്റെ രൂപം. ഈശോ നമ്മുടെ ഇടയനാണ്, ഈശോ നമ്മെ പരിപാലിക്കുന്നു എന്നൊക്കെ ഓർക്കാൻ നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ്, പ്രത്യേകിച്ചും വൈദികർക്കും ഇഷ്ടമാണ്. ഈശോ പറയുന്നു ഞാൻ നല്ല ഇടയനാണ്. എന്നാൽ ഉദാഹരണത്തിന് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാമത്തെ വചനത്തിലും 36-ാമത്തെ വചനത്തിലും സ്നാപക യോഹന്നാൻ യേശുവിനെ ജനത്തിന് കാണിച്ചു കൊടുത്തുകൊണ്ട് പറയുകയാണ്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഈശോ പറയുന്നു ഒരു വശത്ത് ഞാൻ ഇടയനാണ് എന്ന്, മറുവശത്ത് വചനം പറയുന്നു ഇവൻ കുഞ്ഞാടാണെന്ന്. എന്താണ് ഇതിന്റെ വാസ്തവം? ഈശോ ഒരേ സമയം ഇടയനും കുഞ്ഞാടുമായിരുന്നു. നല്ല കുഞ്ഞാടാകാൻ ഈശോയ്ക്ക് സാധിച്ചത് കൊണ്ടാണ് ഈശോ നല്ല ഇടയനായത്. കുഞ്ഞാട് എന്ന് പറഞ്ഞാൽ നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? മറ്റുള്ളവരുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി കൈകാലുകൾ ബന്ധിക്കപ്പെട്ട് ബലിപീഠത്തിൽ ബലിവസ്തുവായി കിടന്നു കൊടുക്കുന്ന, മുറിവേൽക്കുവാനും കൊല്ലപ്പെടുവാനും തയ്യാറായി നിൽക്കുന്ന കുഞ്ഞാട്. ഈ കുഞ്ഞാടിന്റെ സ്ഥാനത്ത് ഈശോ നിന്നു. അതുകൊണ്ടാണ് ഈശോയ്ക്ക് നല്ല ഇടയനാകാൻ സാധിച്ചത്. ഞാൻ നല്ല ഇടയനാണെന്ന് പറഞ്ഞ് ഉടനെ ഈശോ പറയുന്നത് എന്താണ്? ആടുകൾക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കാൻ ഞാൻ ഒരുക്കമാണ് എന്ന് പറഞ്ഞാൽ കുഞ്ഞാടാകാൻ ഞാൻ ഒരുക്കമാണ്. പ്രിയപ്പെട്ട ഡീക്കൻ മിജോ, ഇന്ന് ഇടയശ്രൂഷ ഏറ്റെടുക്കുമ്പോൾ മനസ്സിൽ കുറിച്ചു വെക്കണം, ഇടയശ്രൂഷയുടെ ഭാഗമാണ് കുഞ്ഞാടാകലും. മുറിക്കപ്പെടുവാനും ബലിയർപ്പിക്കപ്പെടുവാനും മറ്റുള്ളവർക്ക് വേണ്ടി ക്ഷതമേൽക്കുവാനും പരിക്കേൽക്കുവാനും മനസ്സുണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു ഇടയനാകാൻ സാധിക്കുകയുള്ളൂ. നല്ല ഇടയൻ നല്ല കുഞ്ഞാടായിരിക്കണം. കുഞ്ഞാടിനെ ഇടയനാകാൻ സാധിക്കൂ. ഇതാണ് ഈശോയുടെ ജീവിതം നമുക്ക് കാണിച്ചു തരുന്നത്. ചിലപ്പോഴെല്ലാം ദൈവജനത്തിന് വേണ്ടി മുറിവേൽക്കേണ്ടി വരും, ചിലപ്പോൾ ദൈവജനത്തിന് വേണ്ടി വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും, ചിലപ്പോൾ ദൈവജനത്തിന് വേണ്ടി എല്ലാം സഹിക്കേണ്ടി വരും. അപ്പോൾ ഓർക്കണം, എൻ്റെ ഇടയശുശ്രൂഷയുടെ ഭാഗമായി ഞാൻ ഇന്ന് കുഞ്ഞാടിൻ്റെ സ്ഥാനത്താണ് എന്ന്. പ്രിയ ദൈവജനമേ, ഇത് നമ്മുടെ അനുഗ്രഹത്തിൻ്റെ കൂദാശയാണ്. ഇന്ന് നാം വചനത്തിലൂടെ കേട്ടതനുസരിച്ച് ഈ പൗരോഹിത്യത്തെ നമുക്ക് സ്നേഹിക്കാം. ദൈവം സ്ഥാപിച്ച കൂദാശയാണ്, നമ്മുടെ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി സ്ഥാപിച്ച കൂദാശയാണ്. എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു വൈദികൻ പരാജയപ്പെട്ടതിൻ്റെ പേരിൽ വൈദിക വൃത്തിയോട് നിങ്ങൾക്ക് അമർഷം തോന്നുകയോ പൗരോഹിത്യത്തെ നിങ്ങൾ തള്ളിപ്പറയുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. ശരിയാണ്, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലെയും അവിടെയും ഇവിടെയും ഒറ്റപ്പെട്ട ചില വൈദികർ പരാജയപ്പെട്ടിട്ടുണ്ട്. പുരോഹിതൻ പരാജയപ്പെട്ടാലും പൗരോഹിത്യ ശുശ്രൂഷ നിലനിൽക്കുന്നുവെന്നും അത് വിലയുള്ളതാണെന്നും നാം മനസ്സിലാക്കണം. എത്രയോ ഡോക്ടർമാര്, പ്രഗത്ഭരായ ഡോക്ടർമാര് ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് കൈപ്പിഴ കൊണ്ട് രോഗികൾ മരിക്കുന്നു. വളരെ പ്രഗത്ഭനായൊരു ഡോക്ടർ ശുശ്രൂഷ ചെയ്തപ്പോൾ രോഗിക്ക് മരണമുണ്ടായി. ഇത് കേട്ട നമ്മൾ എന്താണ് ചിന്തിക്കാറുള്ളത്? ഇനി ഞാൻ ആസ്പത്രിയുടെ പടി ചവിട്ടിക്കയറില്ല, ഞാനിനി മരുന്ന് കഴിക്കില്ല, ഞാനൊരു ഡോക്ടറുടെ അടുത്തും പോകില്ല എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഇല്ല. നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക? ആ ഡോക്ടർക്ക് തെറ്റുപറ്റി, പക്ഷെ വൈദ്യശാസ്ത്രം എന്നെ സഹായിക്കും. ആ ഡോക്ടർക്ക് തെറ്റുപറ്റിയിട്ടുണ്ടാകാം, പക്ഷെ വൈദ്യശാസ്ത്രം അവിടെ പരാജയപ്പെട്ടിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഒരു പുരോഹിതൻ അവിടെ പരാജയപ്പെട്ടത് കൊണ്ട്, ഒരു പുരോഹിതൻ ഇവിടെ പരാജയപ്പെട്ടത് കൊണ്ട് പൗരോഹിത്യം മുഴുവൻ പരാജയപ്പെട്ടെന്ന് കരുതരുത്. പുരോഹിതൻ പരാജയപ്പെട്ടാലും ഏതെങ്കിലും ഒരാൾ പരാജയപ്പെട്ടാലും പൗരോഹിത്യ ശുശ്രൂഷ നിലനിൽക്കുന്നു. വൈദ്യൻ പരാജയപ്പെട്ടാലും വൈദ്യശാസ്ത്രത്തിൽ നമ്മൾ വിശ്വസിക്കുന്നത് പോലെ ഏതെങ്കിലും ഒരു ഒറ്റപ്പെട്ട പുരോഹിതൻ പരാജയപ്പെട്ടതിൻ്റെ പേരിൽ നാം പൗരോഹിത്യത്തിൽ വിശ്വസിക്കാതിരിക്കേണ്ട കാര്യമില്ല. പൗരോഹിത്യത്തിൽ നാം വിശ്വസിക്കണം. അത് നമ്മെ സഹായിക്കുന്ന കൂദാശയാണ്, നമ്മുടെ അനുഗ്രഹത്തിൻ്റെ കൂദാശയാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, പുറപ്പാടിൻ്റെ പുസ്തകം 17-ാം അധ്യായം
8 മുതൽ 16 വരെയുള്ള വചനങ്ങളിൽ മോശയുടെ കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുന്ന അഹ്റോനെയും ഹൂറിനെയും നമുക്ക് കാണാൻ സാധിക്കും. ജോഷുവയെ യുദ്ധത്തിന് പറഞ്ഞുവിട്ട് ഇസ്രായേൽക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായി മോശ മലമുകളിൽ കയറി. മോശയുടെ കൈകൾ ഉയർന്നിരുന്നു. ഇസ്രായേൽ വിജയിക്കാൻ തുടങ്ങി. ബലഹീനനായ മോശയുടെ കരങ്ങൾ പതുക്കെ പതുക്കെ താഴാൻ തുടങ്ങി. അപ്പോൾ ഇസ്രായേൽക്കാർ പരാജയപ്പെടാൻ തുടങ്ങി. വീണ്ടും ശക്തി ഉപയോഗിച്ച് മോശ തൻ്റെ കരങ്ങൾ ഉയർത്തി. അപ്പോൾ ഇസ്രായേൽക്കാർ വിജയിക്കാൻ തുടങ്ങി. വീണ്ടും മോശയുടെ കൈകൾ താണു. അപ്പോൾ ഇസ്രായേൽക്കാർ തോൽക്കാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ അഹ്റോനും ഹൂറും ഓടിച്ചെന്ന് മോശയുടെ 2 കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചു. സൂര്യാസ്തമയം വരെ ഈ മോശയുടെ കൈകൾ ഉയർന്നിരുന്നു. ഇസ്രായേൽക്കാർ വിജയിച്ചു. പ്രിയപ്പെട്ടവരെ, അഹ്റോന്റെയും ഹൂറിന്റെയും സ്ഥാനത്ത് നമ്മൾ ഓരോരുത്തരും വൈദികരുടെ കരങ്ങൾക്ക് ശക്തി പകരണം. വൈദികന്റെ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർന്നിരുന്നാൽ ആ കരങ്ങൾ കൃപയുടെ നീർച്ചാലുകളായി മാറും. ഇടവകയിലേക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം ഒഴുകുന്ന കൃപയുടെ നീർച്ചാലുകളായി മാറും. അതുകൊണ്ട് പൗരോഹിത്യത്തെ നമുക്ക് ശക്തിപ്പെടുത്താം. പൗരോഹിത്യത്തെ നമുക്ക് വിശ്വസിക്കാം. ഈ പുരോഹിതാർത്ഥിക്ക് എല്ലാ നന്മകളും നേരാം. നമുക്കറിയാവുന്ന എല്ലാ പുരോഹിതന്മാർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നാം കേട്ട ഈ വചനങ്ങളെല്ലാം നമ്മുടെ ഉള്ളിൽ സൂക്ഷിച്ച് ഈ പുരോഹിതാർത്ഥിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ തിരുക്കർമ്മങ്ങളിൽ ഭക്തിപൂർവ്വം നമുക്ക് പങ്കെടുക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.